ഓ മഴ 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 എല്ലായിടത്തും മഴയാണല്ലോ. എൻ്റെ അമ്മേ, എനിക്ക് തടുക്കുന്നു. കാട്ടിലും മേട്ടിലും നാട്ടിലൊക്കെ മഴ, മഴയോ മഴ. ഇഷ്ടായിരുന്നു മക്കളെ എനിക്ക് മഴ. മഴ കാണാനും കൊള്ളാനും ഒക്കെ ഇഷ്ടായിരുന്നു. പക്ഷെ ഇതെത്ര അവധിയാ സ്കൂളില്, നോക്കുങ്ങള് അല്ലേ. കളക്ടർ പേജിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം നമുക്ക് ഉണ്ടായിട്ടില്ല. ഫുള്ള് മഴയോടെ മഴ. ഈ മഴേനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് പരീക്ഷ ഇങ്ങ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല അല്ലേ. മഴയോ മഴ, മഴ മഴയോ മഴ മഴ അല്ലേ. അപ്പോ ഒരു കാലത്ത് നമുക്ക് മഴയൊക്കെ കൊള്ളാൻ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ. ഇപ്പോഴും അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷെ മഴ ഇങ്ങനെ വികൃതി കാണിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു പേടി വരാറുണ്ട്. ശരിയല്ലേ? അപ്പോ ഇതെവിടുത്തെ മഴയാ നമ്മളിപ്പോ കണ്ടത്? കാട്ടിലെ മഴയാണ് അല്ലേ. നിങ്ങൾക്ക് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ വാക്ക്. എവിടെയാണ്? കാട്ടിലെ മഴ അല്ലേ. പഠിക്കാനുണ്ട് നമുക്ക്. മലയാളം ഫസ്റ്റിലാണ് പഠിക്കാനുള്ളത്, കേരള പാഠാവലിയിലാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ദിവസം മലയാളത്തിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് അല്ലേ. മലയാളം ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ. വെറുതെ പഠിച്ചു പോയാൽ മതിയോ? എനിക്കറിയാം നിങ്ങൾ പാഠങ്ങളൊക്കെ പഠിച്ചെന്ന്. അപ്പൊ ഇതിലെ പരീക്ഷാ ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. പഠിക്കണ്ടേ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് വേഗം ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ. ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമായിരുന്നേ, വർണ്ണന തയ്യാറാക്കുക. അപ്പൊ എന്താണ് ഈ വർണ്ണന അറിയോ? നിങ്ങൾ ഒരാളെ കാണുകയാണേ, നിങ്ങൾക്കൊരു കുട്ടീനെ, ഒരു ചെറിയ കുട്ടീനാന്ന് വിചാരിച്ചോട്ടെ. നല്ല ഒരുങ്ങി നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഇവിടെ കെട്ടി ഒരു കുഞ്ഞു വാവ. അപ്പൊ അവളെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല ഒരുക്കിയിട്ടാണ് അവളുടെ അമ്മ ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ആ കുഞ്ഞിനെ പറ്റി നിങ്ങൾ അങ്ങ് വർണ്ണിക്കും അല്ലേ. വർണ്ണിക്കില്ലേ? ഇഷ്ടല്ലേ നിങ്ങൾക്ക് കുട്ടികളെ? ഇനി ഒരു പൂവിനെ കാണുമ്പോ, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തെ കാണുമ്പോ, ഇനിയിപ്പോ ഒന്നുമല്ല നമ്മൾ മഴ പെയ്യുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നും? ഹായ്, അതിന്റെ മനോഹാരിതയെ കുറിച്ചൊന്ന് വർണ്ണിക്കാൻ തോന്നില്ലേ? ഇതൊക്കെ തോന്നണമെങ്കിൽ എന്ത് വേണോ? പെയ്യുന്ന മഴയൊക്കെ നമ്മൾ കണ്ടു നിൽക്കണം. ബീച്ചിൽ പോകുന്ന സമയത്ത് കടലിലെ തിരമാലകളെയും അതുപോലെ തന്നെ കടലിന്റെ ആ ഒരു മനോഹര അന്തരീക്ഷത്തെയും ആ സമയത്ത് ആകാശത്തിലെ മേഘങ്ങളെയും ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ. എങ്കിലാ നമുക്ക് വർണ്ണിക്കാൻ പറ്റുള്ളൂ. എന്തും നമ്മൾ കാണണം. അപ്പൊ വർണ്ണന തയ്യാറാക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മഴയുടെ വർണ്ണന തന്നിട്ട് പുഴയുടെ വർണ്ണന തയ്യാറാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാലും ഇപ്രാവശ്യം പുഴ വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ മഴയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, മണ്ണിൽ മഴ ഇങ്ങ് പെയ്യുമ്പോഴത്തേക്ക് വല്ലാത്തൊരു മാറ്റമാണ് അല്ലേ. അപ്പൊ നമുക്കത് നോക്കാലോ. അതിനു മുമ്പ് എല്ലാരും വന്നോ. ഞാൻ ഗിവ് അവേ അങ്ങ് പറഞ്ഞാലോ. യെസ്, വാവ്, നോക്ക്. സ്മാർട്ട് വാച്ചും സൈലത്തിന്റെ ഒരു ബാഗും നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടും കേട്ടോ. 5 ലക്കി വിന്നേഴ്സിനാണ്. ഇതുവരെ ഉള്ളതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ഇതിൽ നിന്ന് സൈലത്തിന് കിട്ടുന്ന എല്ലാ ഗിഫ്റ്റും. അപ്പോ ഏപ്രിൽ 21 തീയതി മുതൽ ഓഗസ്റ്റ് 31 വരെ ജോയിൻ ചെയ്യുന്ന മക്കൾക്കാണുള്ളത്. അപ്പൊ മറന്നു പോകരുത്, ഓഗസ്റ്റ് 31 വരെയുള്ള ജോയിൻ ചെയ്യുന്ന മക്കൾക്കാണ് കേട്ടോ ഇതുള്ളത്. സൈലത്തിന്റെ ഒരു ബാഗും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചും ആണുള്ളത്. ഇത് ആർക്കൊക്കെ ഉണ്ട്? 4 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് ഒരു വർണ്ണനയാണ് തയ്യാറാക്കുന്നത്. നല്ല ഭാഷയിൽ, മനോഹരമായ ഭാഷയിൽ എഴുതുന്നതാണ് വർണ്ണന. അല്ലാതെ ഇന്ന് മഴ പെയ്തു, ഞാൻ മഴയെ നോക്കി നിന്നു, ആ മഴ ശക്തി കൂടി എന്നൊന്നും എഴുതുമ്പോ വർണ്ണിക്കലാവുന്നില്ല. കുറച്ചും കൂടെ നല്ല ഭാഷ, നല്ല അതിനെ മനോഹരമാക്കുന്ന രീതിയിൽ നമ്മൾ എഴുതണം. നോക്കാം നമുക്ക്. വരണ്ട മണ്ണിലേക്ക് പുതുമഴ നിറഞ്ഞു പെയ്തു. നനഞ്ഞ മണ്ണിന്റെ മണം എങ്ങും പരന്നു. തണുത്ത കാറ്റ് അന്തരീക്ഷത്തെ ആകെ തഴുകിത്തലോടി. മഴ പെയ്യാണേ, മനസ്സിലേക്ക് വരണം. വേനൽ ചൂടേറ്റ് തളർന്നുറങ്ങിയ പുൽനാമ്പുകൾ പ്രസരിപ്പോടെ തലപൊക്കി. പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി.
അവിടെ പുൽച്ചാടി വന്നിരുന്നു എന്ന് പറയുന്നതിന് പകരം പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി. ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. പാറിപ്പറന്ന പക്ഷികൾ മരച്ചില്ലകളിൽ ചിറകൊതുക്കി. ഇയാംപാറ്റകൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. ഇയാംപാറ്റകൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. മണ്ണും വിണ്ണും മഴത്തുള്ളികളാൽ നനഞ്ഞു വിറങ്ങലിച്ചു. മണ്ണും വിണ്ണും ആകാശവും മഴത്തുള്ളികളാൽ നനഞ്ഞ് വിറങ്ങലിച്ചു. ഇതാണൊരു വർണ്ണന. സാധാരണ മഴ പെയ്തതിനെ പോലെയാണോ, മഴ പെയ്തു കാറ്റടിച്ചു എന്നൊക്കെ പറയും പോലെയാണോ എഴുതിയത്? അല്ല, മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷാ ചോദ്യമാണ്, മറക്കരുത്. ഇതുപോലുള്ള പരീക്ഷാ ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വീണ്ടും വരാം. പേടി വേണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന് തന്നെയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ഒട്ടും മറന്നു പോകണ്ട. അപ്പോൾ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാനുള്ളതും ആരും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ബൈ.